ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കാണ്. വില്യം ഷേക്സ്പിയറിൻ്റെയാണ്. വില്യം ഷേക്സ്പിയറിനെ നിങ്ങൾക്ക് അറിയായിരിക്കും. വില്യം ഷേക്സ്പിയർ, നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നോക്കാം. നോൺ ആസ് ദ ബാർഡ് ഓഫ് എവൻ. ബാർഡ് എന്ന് പറഞ്ഞാൽ ആസ്ഥാന കവി എന്നാണ് അർത്ഥം. സോ എവൻ എന്ന് പറഞ്ഞ സ്ഥലത്തിലെ ബാർഡ്, ആസ്ഥാന കവി എന്നറിയപ്പെടുന്നു വില്യം ഷേക്സ്പിയറിനെ. ഈസ് ഹെയിൽഡ് ആസ് ദ യൂണിവേഴ്സൽ ഡ്രാമാറ്റിസ്റ്റ്. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല നാടകകൃത്ത് എന്നറിയപ്പെടുന്നതും വില്യം ഷേക്സ്പിയർ ആണ്. ബോൺ ഓൺ 23rd April 1564. അവിടെയായിരുന്നു ജനനം. അറ്റ് സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ എവൻ. ഹി റോട്ട് അറൗണ്ട് 154 സോണറ്റ്സ്, 39 പ്ലേസ് ആൻഡ് 3 നറേറ്റീവ് പോയംസ്. സോ ഇതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന. 154 സോണറ്റ്, 39 പ്ലേസ് 39 നാടകങ്ങൾ, 3 വളരെ ലോങ് ആയിട്ടുള്ള പോവംസ്. ഓക്കെ. ഹിസ് പ്ലേസ് ആർ ട്രാൻസ്ലേറ്റഡ് ടു ഓൾ ലിവിങ് ലാംഗ്വേജസ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ എല്ലാ ഭാഷകളിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? തർജ്ജമം ചെയ്തിട്ടുണ്ട്. ഓഫ് ദി വേൾഡ്, ലോകത്തിൻ്റെ. ഹി റോട്ട് ഡ്യൂറിങ് ദ റിഗെയിൻ ഓഫ് ക്വീൻ എലിസബത്ത്. എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്തിലാണ് എഴുതിയത്. ആൻഡ് ഹെർ സക്സസർ. ദെൻ ഹി കണ്ടിന്യൂ. അപ്പോൾ വില്യം ഷേക്സ്പിയറിൻ്റെ കാലഘട്ടം ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ക്വീൻ എലിസബത്തിൻ്റെ ഒരു ഭരണ കാലഘട്ടം കേട്ടോ. ഹി കണ്ടിന്യൂസ് ടു ബി ദ മോസ്റ്റ് വൈഡ്ലി റെഡ്, സ്റ്റഡീഡ് ആൻഡ് ക്രിറ്റിക്കലി അനലൈസ്ഡ് റൈറ്റർ ഓഫ് ഓൾ ഏജസ്. എല്ലാ കാലഘട്ടങ്ങളിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും വിമർശിച്ചിട്ടുള്ളതും വിശകലനം ചെയ്തതുമായിട്ടുള്ള റൈറ്ററാണ് ആര്? വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്നത്. ഓക്കെ. ദ ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഓഫ് ഹിസ് പ്ലോട്ട്. അദ്ദേഹത്തിൻ്റെ പ്ലോട്ടുകളുടെ പ്രത്യേകത ആൻഡ് ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങളുടെ, ഹാസ് ട്രാൻസെൻഡഡ് ദ ബാരിയേഴ്സ് ഓഫ് ടൈം ആൻഡ് സ്പേസ്. അത്ര കാലം ഉണ്ടായിരുന്ന സമയത്തിൻ്റെ തടസ്സങ്ങൾ, സ്പേസിൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റാനായിട്ട് ഇതിന് സാധിച്ചു. ന്യൂമറസ് വർക്ക്സ് ഹാവ് അപ്പിയർഡ് ആസ് അഡാപ്റ്റേഷൻസ് ആൻഡ് റീ ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ഷേക്സ്പിയേഴ്സ് വർക്ക്. ഷേക്സ്പിയറിൻ്റെ വർക്കുകളുടെ പിന്നെയുള്ള വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് ആയിട്ട് ഒരുപാട് വർക്കുകൾ എപ്പിയർ ചെയ്തിട്ടുണ്ട്. എ മാസ്റ്റർ ഓഫ് ട്രാജി കോമഡി. ട്രാജി കോമഡി എന്ന് പറഞ്ഞാൽ എന്താ? ട്രാജഡി പ്ലസ് കോമഡി, രണ്ടിൻ്റെ ഒരു മിക്സ്. അതിൻ്റെ മാസ്റ്ററാണ് വില്യം ഷേക്സ്പിയർ. ഹീസ് റിനൗഡ് ഫോർ ഹിസ് വേഴ്സറ്റാലിറ്റി ആസ് എ പോയറ്റ്. സോ ഒരു പോയറ്റ് എന്ന രീതിയിൽ, ഒരു ആക്ടർ എന്ന രീതിയിൽ, ഒരു നാടകകൃത്ത് എന്ന രീതിയിലൊക്കെ അദ്ദേഹം വളരെ പേര് കേട്ട ആളാണ്. ഹീ ഈസ് ബിലീവ്ഡ് ടു ഹാവ് ഡൈഡ് ഓൺ ഹിസ് ബർത്ത്ഡേ ഇൻ 1616. അതായത് സ്വന്തം ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ് അദ്ദേഹം മരിച്ചത്, 1616. ഓക്കെ. ദി ടെമ്പസ്റ്റ് ഈസ് റിഗാർഡഡ് ആസ് ഹിസ് സ്വാൻ സോങ്. അതും കൂടെ ശ്രദ്ധിക്കുക. ടെമ്പസ്റ്റിനെ സ്വാൻ സോങ് എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പഠിക്കാൻ പോകുന്ന ഡ്രാമയുടെ പേരെന്താണ്? ടെമ്പസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ. അപ്പം അതിൻ്റെ മെയിൻ ക്യാരക്ടർ, ഒരു ഹീറോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാണ്? പ്രോസ്പെറോ ആണ്. പ്രോസ്പെറോ ആരായിരുന്നു? ദ ഫോമർ ഡ്യൂക്ക് ഓഫ് മിലാൻ. മിലാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ രാജാവായിരുന്നു, മുൻ രാജാവായിരുന്നു പ്രോസ്പെറോ. വാസ് സർപ്രൈസ്ഡ് ബൈ ദ പവർ ഓഫ് ഹിസ് ബ്രദർ ആൻറ്റോണിയോ. അപ്പോൾ ഇവിടെ 2 പേരുണ്ട്, പ്രോസ്പെറോ ആൻറ്റോണിയോ. പ്രോസ്പെറോ കിങ് ആയിരുന്നു, ഡ്യൂക്കായിരുന്നു മിലാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ. പ്രോസ്പെറോൻ്റെ ബ്രദറായിരുന്നു ആൻറ്റോണിയോ. ആൻറ്റോണിയോ വളരെ ചീത്ത സ്വഭാവമുള്ള ഒരാളാണ്. സോ അധികാരം ലഭിക്കാനായിട്ട് സ്വന്തം ബ്രദറായിട്ടുള്ള പ്രോസ്പെറോനെ നാട് കടത്താൻ ശ്രമിക്കുകയാണ് ആര് ചെയ്യുന്നത്? ആൻറ്റോണിയോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ എല്ലാതും ഇല്ല, പക്ഷേ ശരിക്കും നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഈ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ സ്റ്റോറിയാണ് പറയുന്നത്. മിലാൻ എന്ന് പറഞ്ഞ പ്ലേസിലെ ഡ്യൂക്കായിരുന്നു പ്രോസ്പെറോ. പ്രോസ്പെറോയുടെ ബ്രദറായിരുന്നു ആൻറ്റോണിയോ. ഒരു വിക്കഡ് ക്യാരക്ടറായിരുന്നു ആൻറ്റോണിയോയ്ക്ക്. അപ്പോൾ ആൻറ്റോണിയോയ്ക്ക് എങ്ങനെയെങ്കിലും കിങ് ആവണം. ഫോർ ദാറ്റ് അപ്പോൾ കിങ് ആവണമെങ്കിൽ ആരെ മാറ്റണം? പ്രോസ്പെറോനെ അവിടെ നിന്ന് മാറ്റണം. സോ പ്രോസ്പെറോനെ ഗോൺസലോ എന്ന് പറഞ്ഞൊരു ആളെ ഏൽപ്പിക്കുകയാണ്. പ്രോസ്പെറോയുടെ മകളാണ് ആര്? മിറാൻഡ. അപ്പോൾ ഇവർ 2 പേരെയും ഇവിടെ നിന്ന് മിലാൻ എന്ന് പറഞ്ഞ പ്ലേസിൽ നിന്നും മാറ്റാനായിട്ട് ഗോൺസലോ എന്ന് പറഞ്ഞ ഒരാളെ ഏൽപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്? ആൻറ്റോണിയോ ചെയ്യുന്നത്. അങ്ങനെ പ്രോസ്പെറോ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ പിന്നെ ആർക്ക് കിങ് ആവാൻ അല്ലെങ്കിൽ ഡ്യൂക്ക് ആവാൻ പറ്റും? ആൻറ്റോണിയോയ്ക്ക് ഡ്യൂക്ക് ആവാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹി ലിവ്സ് ഇൻ ദ മെഡിറ്ററേനിയൻ ഐലൻഡ് വിത്ത് ഹിസ് ഓൺലി ഡോട്ടർ മിറാൻഡ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഗോൺസലോ ഈ ആൻറ്റോണിയോ പറഞ്ഞതനുസരിച്ച്
ഈ പ്രോസ്പെറോനെയും അതുപോലെ തന്നെ മകളായിട്ടുള്ള മിറാൻഡയെയും മിലാനിൽ നിന്നും നാട് കടത്തുകയാണ്. പക്ഷെ ഗോൺസലോ കുറച്ചും കൂടെ കൈൻഡായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൺസലോ എന്ത് ചെയ്തു, ഒരു ബോട്ടിലാണ് ഇവരെ നാട് കടത്തുന്നത്. അങ്ങനെ ബോട്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇവർക്ക് കഴിക്കാനായിട്ട് ഫ്രൂട്ട്സും കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് മാജിക്കൽ പവേഴ്സൊക്കെ അറിയുന്ന ഒരാളാണ് ആര്, പ്രോസ്പെറോ എന്ന് പറയുന്നത്. അപ്പോൾ ആ മാജിക്കലായിട്ടുള്ള ബുക്കും ഒക്കെ ആ ബോട്ടിൽ വെച്ച് കൊടുത്തു ആര്, ഗോൺസലോ. അപ്പോൾ അത് പ്രോസ്പെറോയ്ക്കും മിറാൻഡയ്ക്കും വളരെ ഒരു ഹെൽപ്പായിരുന്നു. അങ്ങനെ അവർ ഈ ഒരു മിലാനിൽ നിന്ന് നാട് കടത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രോസ്പെറോ രക്ഷപ്പെട്ട് എത്തിയ സ്ഥലമാണ് എന്ത്, മെഡിറ്ററേനിയൻ ഐലൻഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ പ്രോസ്പെറോ മരിച്ചു, പ്രോസ്പെറോയും മകളായിട്ടുള്ള മിറാൻഡയും മരിച്ചു. അവരെ പറ്റി വർഷങ്ങളായിട്ട് ഒരു അറിവുമില്ല. മരിച്ചു എന്നാണ് ആൻറ്റോണിയോ മറ്റുള്ളവരൊക്കെ വിചാരിച്ചിട്ടുള്ളത്. ബട്ട് ആക്ച്വലി പ്രോസ്പെറോ ഇപ്പോൾ എവിടെ ജീവിച്ചിരിപ്പുണ്ട്, മെഡിറ്ററേനിയൻ ഐലൻഡ്സിൽ മകളായിട്ടുള്ള മിറാൻഡയ്ക്കൊപ്പം ജീവിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? പ്രോസ്പെറോ യൂസിങ് ഹിസ് മാജിക്കൽ പവേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാജിക്കൽ പവേഴ്സൊക്കെ ഉള്ള ഒരു ആളായിരുന്നു ആര്, പ്രോസ്പെറോ. കോൺജൂസ് അപ്പ് എ സ്റ്റോം ആൻഡ് ടോർമെൻറ്റ്സ് ദ സർവൈവേഴ്സ് ഓഫ് എ ഷിപ്പ്. അപ്പോൾ ഇതിനു മുമ്പ് ഇപ്പോൾ എവിടെ താമസിക്കുന്നത്, പ്രോസ്പെറോ മെഡിറ്ററേനിയൻ ഐലൻഡിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ പ്രോസ്പെറോവിനെ സഹായിക്കാനായിട്ട് അവിടെ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ആ സ്പിരിറ്റിൻ്റെ പേരാണ് ഇത് ഏരിയൽ എന്ന് പറഞ്ഞ സ്പിരിറ്റ്. ആക്ച്വലി ഈ ഏരിയൽ എന്ന് പറഞ്ഞ സ്പിരിറ്റിനെ ഒരു മന്ത്രവാദിനി അവരുടെ മകൻ്റെ പേരെന്താണ്, കാലിബനും കൂടെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് ഈ മന്ത്രവാദിനി മരിക്കുകയും കാലിബനെ എന്താണ് പ്രോസ്പെറോ ഒരു സ്ലേവാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് പ്രോസ്പെറോൻ്റെ മാജിക്കൽ പവേഴ്സ് ഉപയോഗിച്ചിട്ട്. അതേസമയം ഏരിയൽ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു എന്താ പറയുക, ഏരിയലിനെ മോചിപ്പിക്കുന്നത് ആക്ച്വലി മന്ത്രവാദിനിയിൽ നിന്നും ഏരിയൽ എന്ന് പറഞ്ഞ ആ സ്പിരിറ്റിനെ മോചിപ്പിക്കുന്നത് പ്രോസ്പെറോ ആണ്. പ്രോസ്പെറോയുടെ മാജിക്കൽ പവേഴ്സ് ഉപയോഗിച്ച്. അപ്പോൾ തന്നെ മോചിപ്പിച്ച ഒരാളുടെ സ്ലേവ് ആവണമല്ലോ. അപ്പോൾ പ്രോസ്പെറോൻ്റെ എല്ലാ സഹായത്തിനുമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഏരിയൽ. അതേസമയം കാലിബൻ ആരാണ്, സ്ലേവായിട്ടും നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രോസ്പെറോനെ സഹായിക്കാനും സ്പിരിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പ്രോസ്പെറോ വളരെ ഹാപ്പി ആയിട്ട് അവിടെ ജീവിക്കുകയാണ്. പക്ഷേ അതേസമയം മിറാൻഡി ആണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡോട്ടറായിട്ട് മാറാണ്. വളരെ അത്രയും ക്യൂട്ടായിട്ടുള്ളൊരു പെൺകുട്ടിയായിട്ട് മിറാൻഡ മാറുന്നുണ്ട്. അപ്പോൾ പ്രോസ്പെറോയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികാരം തന്നെയാണ്. തൻ്റെ ബ്രദറായിട്ടുള്ള ആൻറ്റോണിയോട് പ്രതികാരം ചെയ്യണം. തൻ്റെ മിലാനിലെ രാജാവായിരുന്നല്ലോ പ്രോസ്പെറോ. അപ്പോൾ ആ രാജ്യം തിരിച്ചു പിടിക്കണം. തൻ്റെ മകളെ നല്ലൊരു പ്രിൻസിനെ കൊണ്ട്, രാജകുമാരനെ കൊണ്ട് തന്നെ മാരി ചെയ്യിപ്പിക്കണം. ഇതൊക്കെയായിരുന്നു ആരുടെ ആഗ്രഹം, പ്രോസ്പെറോൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ ഒരു സ്പിരിറ്റായിട്ടുള്ള ഏരിയലിൻ്റെ സഹായത്തോടെ പ്രോസ്പെറോ അറിയാണ്, അതായത് ഈ ചതിയനായിട്ടുള്ള ആൻറ്റോണിയോ മറ്റും ഒരു ഷിപ്പിൽ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഷിപ്പ് റെക്ക് ഉണ്ടാക്കി അവരെ പ്രോസ്പെറോൻ്റെ അടുത്ത് എത്തിക്കണമെന്നും പ്രതികാരം ചെയ്യണമെന്നും ആരാഗ്രഹിക്കുകയാണ്, പ്രോസ്പെറോ ആഗ്രഹിക്കുകയാണ്. അത് ഏരിയലിനോട് പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് പ്രോസ്പെറോ യൂസിങ് ഹിസ് മാജിക്കൽ പവേഴ്സ്, പ്രോസ്പെറോ തൻ്റെ കഴിവ് ഉപയോഗിച്ച് മാജിക്കലായിട്ടുള്ള പവേഴ്സ് ഉപയോഗിച്ച് കോൺജൂസ് അപ്പ് എ സ്റ്റോം, ഒരു വലിയ കൊടുങ്കാറ്റ് ഉണ്ടാക്കി ആൻഡ് ടോർമെൻറ്റ്സ് ദ സർവൈവേഴ്സ് ഓഫ് എ ഷിപ്പ് റെക്ക്, അങ്ങനെ ഒരു ഷിപ്പ് റെക്ക് ഉണ്ടാക്കുകയാണ്. ആ ഷിപ്പിലാണ് ആക്ച്വലി ഷിപ്പ് തകരാണ്. ഷിപ്പിലാണ് ആക്ച്വലി ആരുണ്ടായിരുന്നത്, അലോൻസോ. ആരാണ് അലോൻസോ? ദ കിങ് ഓഫ് നേപ്പിൾസ് രാജ്യത്തെ രാജാവായിരുന്നു ആര്, അലോൻസോ. ഹിസ് സൺ ഫെർഡിനാൻഡ്. നേപ്പിൾസിലെ രാജാവായിട്ടുള്ള അലോൻസോയുടെ മകനാണ് ആര്, ഫെർഡിനാൻഡ്. പിന്നെ ആരുണ്ടായിരുന്നത്, സെബാസ്റ്റ്യൻ, ദ കിങ്സ് ബ്രദർ, അതായത് അലോൻസോയുടെ ബ്രദറായിട്ടുള്ള സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ആരാ, എ കോർട്ടിയർ നേംഡ് ഗോൺസലോനെ മനസ്സിലായല്ലോ. ആൻറ്റോണിയോ നാട് കടത്താനായിട്ട്, അതായത് ആൻറ്റോണിയോ പ്രോസ്പെറോനെയും മിറാൻഡയെയും നാട് കടത്താനായിട്ട് ഏൽപ്പിക്കുന്ന ആളാണ് ആര്, ഗോൺസലോ ആണ് ഫുഡും മാജിക്കലിൻ്റെ ബുക്കും ഒക്കെ ആ ഒരു ബോട്ടിൽ വെച്ച് കൊടുക്കുന്നത്. ആർക്ക്, പ്രോസ്പെറോയ്ക്കും വെച്ച് കൊടുക്കുന്നത് ഗോൺസലോ ആണ്. അപ്പോൾ ഇപ്പോൾ ഈ ഷിപ്പ് തകരുന്ന ഒരു ഷിപ്പിലുണ്ടായിരുന്ന മെമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണ്, അലൻസോ ഉണ്ടായിരുന്നു, കിങ് ഓഫ് നേപ്പിൾസ്, സണായിട്ടുള്ള അലൻസോയുടെ മകനായിട്ടുള്ള ഫെർഡിനാൻഡ്, അലൻസോയുടെ ബ്രദറായിട്ടുള്ള സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ദെൻ ഗോൺസലോ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെയോ
പിന്നെ ആരാണ്ടായിരുന്നത്? ആൻറ്റോണിയോ. അവസാനത്തെ ഒരു മെമ്പർ എന്ന് പറയുന്നത് ആരായിരുന്നു? ആൻറ്റോണിയോ ആയിരുന്നു. ആൻറ്റോണിയോ ആരാ? ദ വിക്കഡ് ബ്രദർ ഓഫ് പ്രോസ്പെറോ. വളരെ ക്രൂരനും ദുഷ്ടനുമായിട്ടുള്ള പ്രോസ്പെറോയുടെ ബ്രദറാണ് ആര്? ആൻറ്റോണിയോ. ആർ എമംഗ് ദ ഷിപ്പ് റെക്ക്ഡ് പീപ്പിൾ. ഇവരായിരുന്നു ഈ ഷിപ്പ് തകരുമ്പോൾ ഉണ്ടായിരുന്നത്. ആക്ച്വലി കൊടുങ്കാറ്റ് ഉണ്ടാക്കിയതൊക്കെ ആരെന്നെയാണ്? പ്രോസ്പെറോ ആണ്. പ്രോസ്പെറോ സ്ലേവ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോസ്പെറോൻ്റെ സ്ലേവ്, അതായത് ദുർമന്ത്രവാദിനിയുടെ മകനായിരുന്ന കാലിബൻ, പ്രോസ്പെറോയുടെ സ്ലേവ് ആയിട്ടുള്ള കാലിബൻ സ്കീംസ് ടു ഫ്രീ ഹിംസെൽഫ് ബട്ട് ഹിസ് പ്ലാൻസ് ആർ ഫോയിൽഡ് ബൈ ഏരിയൽ. കാലിബൻ എങ്ങനെയെങ്കിലും ഈ ഒരു സ്ലേവ് അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പ്ലാനൊക്കെ ആര് തകർക്കുന്നുണ്ട്? നല്ല സ്പിരിറ്റ് ആയിട്ടുള്ള ഏരിയൽ തകർത്തുന്നുണ്ട്. ഏരിയൽ ആക്ച്വലി അല്ല, ദ സ്പിരിറ്റ് സെർവൻ്റ് ഓഫ് പ്രോസ്പെറോ. പ്രോസ്പെറോയുടെ സ്പിരിറ്റ് സെർവൻ്റാണ്. Alonso is shattered believing that his son is drowned. Meanwhile, Ferdinand falls in love with Miranda. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷിപ്പ് റക്ക് ഉണ്ടാകുന്ന സമയത്ത്, കപ്പൽ തകരുന്ന സമയത്ത് ബാക്കി എല്ലാവരും ഒരു സ്ഥലത്ത് പെടുകയും ഫെർഡിനാൻഡ് അലൻസോ, നേപ്പിൾസിലെ രാജാവായിരുന്ന അലൻസോൻ്റെ മകനായിട്ടുള്ള ഫെർഡിനാൻഡ് മാത്രം ഈ മെഡിറ്ററേനിയൻ പ്ലേസിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ ഫെർഡിനാൻഡ് മിറാൻഡയെ കാണുന്നു. ലവേഴ്സ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ പോലെ മിറാൻഡയെ കണ്ട വശം തന്നെ ഇഷ്ടം തോന്നുന്നതാണ് ആർക്ക്? ഫെർഡിനാൻഡിന്. അങ്ങനെ ഫെർഡിനാൻഡ് അവിടെ നിൽക്കുകയാണ്. പക്ഷേ അലൻസോ വളരെ സങ്കടത്തിലാണ്. അലൻസോയുടെ ഒരു ചിന്തയിൽ തൻ്റെ മകൻ മരിച്ചു എന്നാണ് ആര് വിശ്വസിക്കുന്നത്? അലൻസോ വിശ്വസിക്കുന്നത്. അതാണ് അലൻസോ ഈസ് ഷാറ്റേർഡ് ബിലീവിങ് ദാറ്റ് ഹിസ് സൺ ഈസ് ഡ്രോൺ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മീൻ വൈൽ ഫെർഡിനാൻഡ് രക്ഷപ്പെട്ടു, മെഡിറ്ററേനിയൻ പ്ലേസിൽ വന്നു, ഫോൾസ് ഇൻ ലവ് വിത്ത് മിറാൻഡയുമായിട്ട് ലവ് ആകുന്നു. പക്ഷേ നേപ്പിൾസിലെ രാജാവായിട്ടുള്ള അലൻസോയുടെ മകനാണ് ഫെർഡിനാൻഡ് എന്ന് പറഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ലവ് അഫെയറിനെ ആര് അംഗീകരിക്കുന്നുണ്ട്? പ്രോസ്പെറോ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഫെർഡിനാൻഡ് പറയുന്നുണ്ട്, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡീനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിറാൻഡ പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു എൻ്റെ ഫാദറിനെ അല്ലാതെ അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റിനെ അല്ലാതെ വേറൊരു മെന്നിനെയും വിമനെയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് നിങ്ങൾ അത്രയും എന്താ പറയുക താല്പര്യമാണ്, ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യത്തിൽ വളരെ സന്തോഷം തോന്നിയെങ്കിലും പെട്ടെന്നൊന്നും സമ്മതിക്കുന്നില്ല പ്രോസ്പെറോയ്ക്ക് ഇവന് എത്രത്തോളം മിറാൻഡയോട് ഇഷ്ടമുണ്ട് എന്ന് അറിയണമായിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായി ഫെർഡിനാൻഡിന് ഒരുപാട് ഇഷ്ടമുണ്ട് മിറാൻഡയോട് എന്നൊക്കെ മനസ്സിലായി. സോ ആ ഒരു ലവ് അഫെയറിനെ പ്രോസ്പെറോ അംഗീകരിക്കുന്നുണ്ട്. മാത്രമല്ല ആഗ്രഹം പോലെ തന്നെ ഒരു രാജകുമാരൻ തന്നെ തൻ്റെ മകളെ വിവാഹം ചെയ്യാൻ പോകുന്നതിൽ അല്ലെങ്കിൽ ലവ് ചെയ്യുന്നതിൽ സന്തോഷം തോന്നുന്നുണ്ട് പ്രോസ്പെറോയ്ക്ക്. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? ദ കോൺഫ്ലിക്റ്റ് ഈസ് റീസോൾവ്ഡ് ഇൻ ദ എൻഡ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമെല്ലാം പരിഹരിക്കുകയാണ് ഇതിൻ്റെ അവസാനം. ഇവരെല്ലാവരും മെഡിറ്ററേനിയൻ പ്ലേസിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പോൾ പ്രോസ്പെറോനെ കാണുമ്പോൾ ഓർഡിനറി വേഷമാണ്. അപ്പോൾ ആൻറ്റോണിയോയ്ക്ക് ആദ്യം മനസ്സിലാകുന്നില്ല. അപ്പോൾ പ്രോസ്പെറോ തന്നെ പറയുന്നുണ്ട്, നീ നാട് കടത്തപ്പെട്ട, നീ ചതിച്ച ആ രാജാവാണ് ഞാൻ, നിൻ്റെ ബ്രദറായിട്ടുള്ള പ്രോസ്പെറോ ആണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. മിറാൻഡയെ ചുട്ടിക്കാട്ടി പറയുന്നത് ഇതെൻ്റെ മകളാണ്. അപ്പോൾ അത് ഇത്രയും സുന്ദരിയായ കുട്ടിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതെൻ്റെ മകളായിട്ടുള്ള മിറാൻഡയാണെന്ന് പറയുന്നുണ്ട്. ചെയ്ത ചതിക്ക് അപ്പോൾ ആൻറ്റോണിക്ക് മനസ്സിലായി താൻ ചെയ്ത ചതി എത്ര വലുതാണെന്ന്. ആൻറ്റോണിയോ മാപ്പ് പറയുന്നുണ്ട്, കരഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുന്നുണ്ട്. നാട്ടിലേക്ക് തിരിച്ചു വന്ന സ്ഥാനമാനങ്ങളും കാര്യങ്ങളൊക്കെ തിരിച്ചു തരാൻ മാപ്പ് നൽകണമെന്ന് ആൻറ്റോണിയോ പറയുന്നുണ്ട്. പക്ഷെ തകർന്നിരിക്കുന്ന അലൻസോയോട് പറയുന്നുണ്ട് തൻ്റെ മകനായിട്ടുള്ള ഫെർഡിനാൻഡ് മരിച്ചിട്ടില്ല, അതേ മകൻ ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഇതാക്കുന്നുണ്ട്. അതിൻ്റെ ഹാപ്പി എൻഡിങ് ആണ്. അലൻസോ ഫെർഡിനാൻഡും മിറാൻഡയും തമ്മിലുള്ള വിവാഹം അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നേപ്പിൾസിൽ തിരിച്ചെത്തിയ വിവാഹം നടത്താമെന്നും അതേസമയം അവരുടെ രാജ്യത്ത് തിരിച്ചെത്തിയ ആൻറ്റോണിയോ എല്ലാ അധികാരങ്ങളും തൻ്റെ ബ്രദറായിട്ടുള്ള ഡ്യൂക്കായിട്ടുള്ള പ്രോസ്പെറോയ്ക്ക് തിരിച്ചു നൽകാമെന്നുള്ള വാഗ്ദാനത്തിൽ സ്റ്റോറി എൻഡ് ചെയ്യാണ്. ഹാപ്പി എൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ പറയുന്നത് എന്താ? ദ കോൺഫ്ലിക്റ്റ് ഈസ് റീസോൾവ്ഡ് ഇൻ ദ എൻഡ്. എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുന്നു. പ്രോസ്പെറോ ഈസ് റീഇൻസ്റ്റേറ്റഡ് ടു ദ പവർ. പ്രോസ്പെറോയ്ക്ക് അധികാരം തിരിച്ചു കിട്ടുന്നു. ആൻഡ് ഫെർഡിനാൻഡ് ആൻഡ് മിറാൻഡ ആർ ബിട്രോട്ടഡ്. അവരുടെ മനസ്സമ്മതം കഴിയാണ്. അലൻസോ പ്രൊക്ലെയിംസ് ദാറ്റ് ഫെർഡിനാൻഡ് വിൽ സക്സീഡ് ഹിം ആസ് ദ കിങ് ഓഫ് നേപ്പിൾസ്. അലൻസോ രാജാവ്, നേപ്പിൾസിലെ രാജാവായിട്ടുള്ള അലൻസോ പ്രഖ്യാപിക്കുകയാണ് തൻ്റെ മകനായിട്ടുള്ള ഫെർഡിനാൻഡ് ആയിരിക്കും തനിക്ക് ശേഷം രാജ്യം ഭരിക്കുക. അപ്പോൾ പ്രോസ്പെറോയ്ക്ക് ഐരിയലിനെ വളരെ ഇഷ്ടം തോന്നി, ആ സ്പിരിറ്റിനെ ഫ്രീ ആക്കുകയാണ് ആര്? നമ്മുടെ പ്രോസ്പെറോ.
ഗിവ്സ് അപ്പ് മാജിക് വിടുന്നു ആൻഡ് അഡോൺസ് ഹിംസെൽഫ് വിത്ത് ദ എറ്റയർ ഓഫ് ഡ്യൂക്ക് ഓഫ് മിലാൻ. കാരണം എല്ലാം വിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ പ്രോസ്പെറോ ആരാവാണ്? മിലാനിലെ രാജാവാണ്. ഇതാണ് ഈ ഒരു സ്റ്റോറി. അങ്ങനെ ഹാപ്പി എൻഡിങ് വരുന്നു. പക്ഷെ നമുക്കിവിടെ പഠിക്കാനുള്ളത് ആക്ട് 3 സീൻ 1 ആണ്. പക്ഷെ അതിന് മുൻപത്തെ കഥയും ശേഷമുള്ള കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്നാൽ മാത്രമേ നമുക്കിത് അറിയാവുള്ളൂ. നമുക്ക് പഠിക്കാനുള്ളത് ആക്ട് 3 സീൻ 1 ആണ്. അതിനെ പോപ്പുലർലി നോൺ ആസ് ലോഗ് സീൻ എന്നാണ് പറയുന്നത്. ലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? മരക്കഷ്ണം. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ പലരും മരക്കഷ്ണവുമായിട്ട് പോകുന്നത് കാണാൻ പറ്റും അതുകൊണ്ടാണ് അതിന് ലോഗ് സീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സീനാന്ന് ചോദിച്ചാൽ ആക്ട് 3 സീൻ 1 ആണെന്ന് അറിഞ്ഞിരിക്കണം. ആക്ട് 3 സീൻ 1 എന്താണ്? പോപ്പുലർലി നോൺ ആസ് ലോഗ് സീൻ. ഹിയർ ഫെർഡിനാൻഡ് ഈസ് ഗിവൺ ദ വർക്ക് ഓഫ് പൈലിംഗ് അപ്പ് ദ ലോഗ്സ്. ഈ മരക്കഷ്ണങ്ങൾ അടക്കി പറക്കി വെക്കാനുള്ള ജോലി ഇവിടെ ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? ഫെർഡിനാൻഡിനാണ് കൊടുത്തിട്ടുള്ളത്. സോ അത് വളരെ ഹാർഡ് വർക്കായിട്ടുള്ള ജോബാണ്, പൊക്കിയെടുക്കുക, പറക്കി വെക്കുക. പക്ഷേ ആക്ച്വലി ആ ജോബ് ഇവിടെ ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? ഫെർഡിനാൻഡാണ്. ബീയിങ് എ പ്രിൻസ്, നമുക്കറിയാം ഫെർഡിനാൻഡ് നാപ്പിൾസിലെ രാജകുമാരനായിരുന്നു. ഹീസ് നോട്ട് യൂസ്ഡ് ടു സച്ച് ഹാർഡ് വർക്ക് ലേബർ. പക്ഷേ ഇത്രയും കഠിനമായ ജോലിയൊന്നും ചെയ്ത് അദ്ദേഹത്തിന് പരിചയമില്ല, അറിയില്ല. ബട്ട് ഹി ഡസൻ ബ്രൂഡ് ഓവർ ആസ് മിറാൻഡ സിമ്പത്തൈസസ് വിത്ത് ഹിം. പക്ഷേ അതൊന്നും ഫെർഡിനാൻഡിനൊരു പ്രശ്നമല്ല. ഫെർഡിനാൻഡിന് ആരെ വേണം? മിറാൻഡയെ വിവാഹം ചെയ്യണം. സോ അത് പരീക്ഷിക്കാനായിട്ട് ഈ ജോബൊക്കെ ഫെർഡിനാൻഡിന് കൊടുക്കുന്നത് ആരാണ്? മിറാൻഡയുടെ അച്ഛനായിട്ടുള്ള പ്രോസ്പെറോ ആണ്. ഫൈനലി ദേ ഫോൾ ഇൻ ലവ്, അവരിഷ്ടപ്പെടുന്നു വിത്ത് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രോസ്പെറോ വാച്ചസ് ദം, പ്രോസ്പെറോ അകലെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈസ് പ്ലീസ്ഡ് ടു സീ ദിസ്. സോ പ്രോസ്പെറോനറിയാം ഫെർഡിനാൻഡ് നേപ്പിൾസിലെ രാജകുമാരനാണ്, അടുത്ത രാജാവാണ്. സോ രാജകുമാരനെ കൊണ്ട് തന്നെ തൻ്റെ മകളെ വിവാഹം ചെയ്യിക്കണമെന്നാണ് ആഗ്രഹം. മാത്രമല്ല ഫെർഡിനാൻഡ് ഒരുപാട് മിറാൻഡയെ സ്നേഹിക്കുന്നു, നല്ല ക്യാരക്ടറുമാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ് അച്ഛനായിട്ടുള്ള പ്രോസ്പെറോന്. The rehearsals and production process of the play can be watched in the given link. ഈ ലിങ്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ദ ടെമ്പസ്റ്റ് വില്യം ഷേക്സ്പിയർ ടെലിവിഷൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇത്രയാണ് ഈ ഒരു ടെമ്പസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴത്തെ ക്യാരക്ടേഴ്സൊക്കെ നല്ലപോലെ പഠിക്കുക. ഞാൻ ഒന്നും കൂടെ പറയാം. പ്രോസ്പെറോ ആരാണ്? ഡ്യൂക്ക് ഓഫ് മിലാനാണ്. പ്രോസ്പെറോയുടെ മകളാണ് മിറാൻഡ. ദെൻ ഇവർ രണ്ടുപേരെയാണ് അവിടെ നിന്ന് നാട് കടത്തപ്പെടുന്നത്. അവർ നാട് കടത്തപ്പെടുത്ത് പോകുന്നത് എവിടേക്കാണ്? മെഡിറ്ററേനിയനിലാണ്. അവിടെ എത്തുമ്പോൾ ഒരു മന്ത്രവാദിനിയുണ്ട്. മന്ത്രവാദിനിയുടെ മകനാണ് ആര്? കാലിബൺ. മോശം സ്വഭാവമാണ്. ഇവർ കൈയടക്കി വെച്ചിരുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു, അതാണ് ഏരിയൽ. അത് പിന്നെ ആ ഏരിയലിനെ മോചിപ്പിക്കുന്നത് ആരാണ്? പ്രോസ്പെറോ ആണ്. അപ്പോൾ പ്രോസ്പെറോൻ്റെ സ്ലേവായിട്ട് ആര് മാറുന്നു? ഏരിയൽ മാറുന്നു. ഒരുപാട് മാജിക്കൽ പവേഴ്സ് അറിയാവുന്ന ഒരാളാണ് ആര്? പ്രോസ്പെറോ. പ്രോസ്പെറോയുടെ ചതിയനായിട്ടുള്ള ബ്രദറാണ് ആര്? ആൻറ്റോണിയോ പ്രോസ്പെറോനെയും മിറാൻഡയെയും നാട് കടത്താൻ ഏൽപ്പിക്കുന്ന ആളാണ് ആര്? ഗോൺസലോ. പക്ഷേ പകരം ഇവർക്ക് കഴിക്കാനുള്ള ഫുഡും മാജിക്കൽ ബുക്സും ആ ബോട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ ഒരു കൊടുങ്കാറ്റുണ്ടാക്കി ഒരു ഷിപ്പ് വ്രക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആ ഷിപ്പിലുണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു? അലൻസോ നേപ്പിൾസിലെ രാജാവായിരുന്നു. അലൻസോയുടെ മകനായിട്ടുള്ള ഫെർഡിനാൻഡ്, ദെൻ ഗോൺസലോ, പിന്നെ ബ്രദറിൻ്റെ പേര് പറയുന്നുണ്ട്, ദെൻ ആൻറ്റോണിയോ. ഫെർഡിനാൻഡ് മാത്രം അതിൽ നിന്നും എവിടെ എത്തുന്നു? മെഡിറ്ററേനിയൻ പ്ലേസിലെത്തുന്നു, ഐലൻഡിലെത്തുന്നു. അവിടെ വെച്ച് ആരോട് ലവ് ആവുന്നു? മിറാൻഡയോട് ലവ് ആവുന്നു. എല്ലാവരും അവിടേക്ക് വരുന്നു. പ്രോസ്പെറോനെ തിരിച്ചറിയുന്നു, കുറ്റസമ്മതം നടത്തുന്നു, വീണ്ടും രാജ്യവും അധികാരം നൽകാമെന്ന് പറയുന്നു. ഇവരുടെ മാരേജ് അംഗീകരിക്കുന്നു. അങ്ങനെ ഹാപ്പി എൻഡിങ് വരുന്നു. ഇതാണ് ആ സ്റ്റോറി. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ ഞാൻ സെൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.